അമ്മേ, അവിടെ പള്ളിപ്പെരുന്നാളാ. വീടിനടുത്തുള്ള പള്ളിയില്ലേ, അവിടെ പള്ളിപ്പെരുന്നാളാ. അപ്പൊ ഞാനിപ്പോ പോയിട്ട് ഒത്തിരി ദിവസമായില്ലേ, 2-3 ദിവസം. അപ്പൊ പള്ളിപ്പെരുന്നാളും കൂടി റാസിയൊക്കെ കൂടി 2-3 ദിവസമൊക്കെ നിന്നിട്ടെ ഞാനിങ്ങനെ വരാം. ഇപ്പൊ ഒത്തിരി ദിവസമായില്ലേ ഞാൻ വീട്ടിൽ പോയിട്ട്. മോളൊരു കാര്യം ചെയ്യും, അവനോട് ചോദിക്കേ. അവൻ സമ്മതിക്കുവാണെങ്കിൽ 2-3 ദിവസത്തേക്ക് പോയി നിൽക്കും. ഒത്തിരി ദിവസം ഒന്നും നിൽക്കണ്ട, അമ്മയ്ക്ക് വയ്യാത്തതൊക്കെ അല്ലേ. ഏതായാലും നിന്റെ ആഗ്രഹമല്ലേ, നീ ഒത്തിരി ദിവസമായില്ലേ പോയിട്ട്. പോയി 2-3 ദിവസം നിന്നിട്ടൊക്കെ വാ. ഞാനെന്നാ വിളിച്ചു ചോദിക്കാം. ഹലോ, ഞാൻ വിളിച്ചതേ നമ്മുടെ അവിടുത്തെ ആ പള്ളിയിലെ പെരുന്നാളാണല്ലോ. അപ്പം 2 ദിവസമേ റാസിയൊക്കെ ഇന്ന് വൈകിട്ട്. അപ്പം 2 ദിവസം ഞാനൊന്ന് പോയി അവിടെ നിൽക്കുകയും റാസിയൊക്കെ ഒന്ന് കൂടിയിട്ട് വന്നോട്ടെ. അമ്മ പറഞ്ഞ അച്ഛൻ എന്താ സമ്മതിക്കുവാണെങ്കിൽ പൊക്കോളാനെന്ന്. ശരി, ഓക്കെ. ശരി, ഓക്കെ. അവളെന്തോ പറഞ്ഞു, അവൻ സമ്മതിച്ചോ? പൊക്കോളാൻ പറഞ്ഞു. എന്നാ മോള് പോക്കോ, പിന്നെ ഇനി ലേറ്റ് ആക്കണ്ട. പോയിട്ടെ നീ എന്ന് എഴുതിക്കൊണ്ടേ അമ്മ വിളിക്കണേ. എന്നാ പോവാൻ ചെന്നൊരുങ്ങ. തിരിച്ചൊക്കെ പോണേ. അവിടെ ചെന്നിട്ട് അമ്മ ഉടനെ വിളിക്കണേ. എന്തേലും വയ്യാടി കൊണ്ട് വിളിച്ചാലെങ്കിൽ പോരണേ. അമ്മ സമയത്ത് മരുന്നൊക്കെ എടുത്ത് കഴിക്കണം. അതുപോലെ എന്തേലും വയ്യാഴിക തോന്നി ഉടനെ വിളിക്കണം. ഞാനിങ്ങി വന്നേക്കാം കേട്ടോ. ഞാൻ പോവാ. നീയാണോ ദീ? എന്തോ എടുക്കുവാ? അവള് 2 ദിവസത്തേക്കേ അങ്ങോട്ട് വീട്ടിലോട്ട് പോകും. ഒത്തിരി ദിവസമായിരുന്നു അവള് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അവിടെ പള്ളിപ്പെരുന്നാൾ ഏതാണ്ടുണ്ട്. അപ്പോൾ അതിന് ക്ലാസ് അത് കാണാൻ വേണ്ടി ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് സമ്മതിച്ചു 2 ദിവസത്തേക്ക് പോയേക്കും. പെരുന്നാൾ കൂടാൻ പോയതാണോ? അപ്പോൾ ഇങ്ങനെ വരുമായിരിക്കുമല്ലോ ഉടനെ തന്നെ. എന്നാൽ ജോലി നടക്കട്ടെ. ശരി. എന്താടി, എന്താ മിറ്റം തൂക്കുവാണോ? വയ്യാഴിയൊക്കെ മാറിയോ? ഇതുവരെ വന്നില്ലേ? വന്നില്ല. അവള് 2-3 ദിവസം കഴിഞ്ഞ് നിന്നിട്ടൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ടേ വരത്തോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവള് ചിലപ്പോൾ ഇന്നോ നാളെ ഇനി വരും. എന്നാൽ ജോലി നടക്കട്ടെ, ഞാൻ പോവാണേ. അറിഞ്ഞോ, മരുമോള് പോയേക്കുവാ പിണങ്ങി. എന്തോ അടിയായിരുന്നു. കുറേ ദിവസമായി പോയിട്ട്. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇത് പറയുക പെരുന്നാളിന് പോയേക്കുവാണെന്ന്. പെരുന്നാളിന് പോയേക്കുവാന്ന്. ഏതായാലും നമുക്ക് നോക്കാം എന്നാ തിരിച്ചു വരുന്നത്. ശരിയെന്നാ. എന്താ ചേച്ചി? മോള് വരുന്നതേ ഉള്ളൂ. ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? അമ്മ പറഞ്ഞ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നു, അതോ വടക്കിട്ട് പോയതാണോ? പള്ളിപ്പെരുന്നാളായിരുന്നു. അതിന് 2 ദിവസത്തേക്ക് പോയേക്കുമായിരുന്നു. 2-3 ദിവസമായി ഇപ്പം പോയിട്ട്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലായിരുന്നു. പോയിട്ട് വന്നു വരുന്നത്. അമ്മ പറഞ്ഞ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നു, അതോ വടക്കിട്ട് പോയതാണോ? കാണാനില്ലായിരുന്നു. എന്നാലും ഇത്രയും ദിവസം താമസിച്ചത്. മോള് വന്നോ? ചോദിക്കുന്നു എന്താ വഴക്കിട്ടിട്ടാണോ പോയത് നോക്കി. അമ്മ എല്ലാവരോട് പറഞ്ഞായിരുന്നോ? എന്നോട് ചേച്ചി കണ്ടോണ്ടേ ചോദിക്കുക നീ എന്താ വഴക്കിട്ട് പോയതാണ്. ഞാൻ പറഞ്ഞു പള്ളിപ്പെരുന്നാളിന് പോയതാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിശ്വാസമില്ല. അവരിങ്ങനെ തലയൊക്കെ ഇങ്ങനെ ഇട്ടാട്ടുന്നു. ഇതിപ്പോൾ അവനവൻ്റെ വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലല്ലോ മനുഷ്യനെ പേടിച്ച്. മോളെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനവിടെ മുറ്റം തൂത്തോട്ടിരുന്നപ്പോൾ 2 ദിവസം മുമ്പേ അവൾ ആദ്യം വന്ന് ചോദിച്ചു മോള് പോയിട്ട് വന്നില്ലേ എന്ന്. പോയെന്ന് വന്ന് ചോദിച്ചു എവിടെ പോയതാണ്. ഞാൻ പറഞ്ഞു പള്ളിപ്പെരുന്നാളിന് പോയത്, എങ്കിൽ വരുമെന്ന് പറഞ്ഞു. 2 ദിവസം താമസിച്ചിട്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്ന് ചോദിച്ചു യോ വന്നില്ലേ, എന്താ പോയത്, ഇങ്ങനെ ചിണുങ്ങി ഓരോന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ വഴക്കിട്ടല്ലോ പോയത്, പിന്നെ കൂടുതൽ അവരോട് പറയാനായിട്ട്. എന്നാലും അവരത് പറഞ്ഞിട്ട് അവർക്കൊരു വിശ്വാസമില്ല. പിന്നെയും അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ കാര്യമൊന്ന് പറ. കൊള്ള ഈ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു കാര്യം. അവനവൻ്റെ സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല. അവൾ ഇനി ചോദിച്ചോണ്ട് വരട്ടെ, ഞാൻ കൊടുത്തോളാം അവൾക്ക് അതിനുള്ള മറുപടി. കേട്ടോ, മോള് കയറി പോന്നോ.